അഭിനേതാവ് എന്ന രീതിയിൽ കുറച്ചും കൂടി പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സിനിമയിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ആ ക്യാരക്ടർ അത്ര ഉള്ളൂ, ആ ക്യാരക്ടറിൻ്റെ ആവശ്യം അത്ര ഉള്ളൂ. എന്നോടെങ്കിലും നമ്മൾ ചെയ്യാൻ എന്താണ് ഒരു രീതിയിലും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടപ്പോൾ ആ സബ്ജക്റ്റ് കേട്ടപ്പോൾ പിന്നെ ഡാർവിനെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ സബ്ജക്റ്റ് നല്ലതായിട്ടുണ്ട്. ആ ഒരു ഗ്യാങ്ങിനോട് ഇഷ്ടം നല്ല രസമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. നമ്മൾ സ്പോയിലേഴ്സ് ഉള്ള കാരണം കൂടുതൽ പറയാൻ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റോളാണ്. അതായത് അശോകന്റെ മുഖത്ത് വരുന്ന പേടിയിലൂടെയും പല സംശയങ്ങളിലൂടെയൊക്കെയാണ് കഥയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇതിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് സ്ക്രിപ്റ്റ് ലെവലിൽ തന്നെ മനസ്സിലായിരുന്നു. അതൊക്കെ അവിടെ അവർ സംഭവം നടക്കുമ്പോഴും അത് പിടിക്കപ്പെടുന്നില്ല. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. മൂന്നാമത്തെ പ്രാവശ്യം പ്രേക്ഷകരുടെ കൂടെ. പക്ഷെ ഇപ്രാവശ്യം ആകെയുള്ളൊരു വ്യത്യാസം നമ്മുടെ ക്രൂവിൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് കാണാൻ പറ്റിയതുള്ളതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അന്വേഷകരുടെ കഥ എന്നാണല്ലോ നമ്മുടെ സിനിമയെ നമ്മൾ പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ കുറച്ച് ഓഫീസേഴ്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കാണാൻ പറ്റും. ഇപ്പോൾ എന്നോട് അവിടെ 2 സാറുമാർ പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങളും സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അവരാ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ സന്തോഷം. കണ്ടിരുന്നപ്പോൾ ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ തവണയാണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും 2ാമത്തെ തവണയും 3ാമത്തെ തവണയൊക്കെ വാച്ച് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് മിസ്സായി തോന്നി. ഞാൻ ഇതെന്താ നേരത്തെ നോട്ടീസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ കുറച്ച് മൈന്യൂട്ട് ഡീറ്റെയിൽസൊക്കെ എനിക്ക് ഇപ്രാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റി. അങ്ങനെ അപ്പോൾ നല്ല രസമുണ്ട്. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് തന്നെ കാണണമെന്നാണ് ആഗ്രഹം. കാര്യം ഇത് തിയേറ്റർ എക്സ്പീരിയൻസും കൂടെ ഉള്ളൊരു സിനിമയാണ് അല്ല. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്യാമറ എല്ലാം വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇത് ആളുകളുടെ കൂടെ ഇരുന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാണുക എത്രത്തോളം എൻഗേജിങ് ആയിരുന്നു? ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ അതും ഫൈറ്റുകളൊന്നുമില്ലാതെ ഭയങ്കരമായ നമ്മൾ സ്ഥിരം കാണുന്ന അങ്ങനത്തെ ഷോട്ടുകളൊന്നും ഇല്ലാണ്ട് വളരെ മനോഹരമായിട്ട് നമ്മളങ്ങനെ ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് സിനിമ കൊണ്ടുവരിക്കുന്നത്. പ്രത്യേകിച്ച് 90s കാലഘട്ടം വളരെ ഗംഭീരമായിട്ട് തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറയാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഡയറക്ഷൻ സൈഡാണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഈ സിനിമയിൽ ഞാനിപ്പോൾ അഭിനയിച്ചിട്ടില്ലായിരുന്നു എങ്കിലും ഞാൻ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്. നമ്മൾ അന്ന് കണ്ടപ്പോൾ പറഞ്ഞത് ഞാൻ എൻ്റെ ഷെയ്ഡുകളൊക്കെ മാറ്റി പരീക്ഷിക്കാൻ ആളുകൾ വന്നാൽ മതിയെന്ന്. അത്തരത്തിലൊരു ചുവടുമാറ്റം തന്നെയായിരുന്നു ആണെന്ന് എനിക്ക് തോന്നി പേഴ്സണലി. അല്ല, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് റോഷാക്ക് സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ വിളിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു റോളായിരിക്കും ഇതിലെ ഈ DYSPയുടെ റോള്. കുറച്ച് പോർഷനേ ഉള്ളെങ്കിലും അത് ആൾക്കാർ പലരും പറഞ്ഞത് 2 തരണമെന്ന് തോന്നിയെന്നാണ് പറഞ്ഞത്.